നമസ്കാരം. ഇപ്പോൾ സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടതും എന്നാൽ വരും സമയങ്ങളിൽ ഡീസൻറ്റ് റിട്ടേൺ തരാൻ ശേഷിയുള്ളതുമായ 3 സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഈ 3 സ്റ്റോക്കുകളും വയർ ആൻഡ് കേബിൾ സെക്ടറിലെ സ്റ്റോക്കുകളാണ്. കൂടാതെ റെയിൽ, പവർ ട്രാൻസ്മിഷൻ, ഗ്രീൻ എനർജി, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ്, ഹോം ഇലക്ട്രിഫിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് തുടങ്ങിയവ വർദ്ധിക്കുന്നതനുസരിച്ച് വയർ ആൻഡ് കേബിൾ സെക്ടറിലെ ഡിമാൻഡ് വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോങ് ടൈമിൽ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനുള്ള ചാൻസ് ഉണ്ട്. വയർ ആൻഡ് കേബിൾ സെക്ടറിലെ പോളിക്യാബ്, KEI തുടങ്ങിയ സ്റ്റോക്കുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കുകളാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പെർട്ടിൻ്റെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ വയർ ആൻഡ് കേബിൾ സെക്ടർ ഇപ്പോൾ ഒരു എക്സ്പാൻഷനിലൂടെ കടന്നു പോകുന്ന സെക്ടറാണ്. അതായത് സ്റ്റേജ് 1 എക്സ്പാൻഷൻ മാത്രം കംപ്ലീറ്റ് ആയതും ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു സെക്ടറാണ്. അതുകൊണ്ട് ലാർജ് ക്യാപ് സ്റ്റോക്കുകൾക്കൊപ്പം തന്നെ മിഡ് ക്യാപ് സ്റ്റോക്കുകളും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് നടത്താനുള്ള സാധ്യതയുമുണ്ട്. ഇനി വയർ ആൻഡ് കേബിൾ സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾക്ക് കൊമോഡിറ്റി സ്റ്റോക്ക് കാറ്റഗറിയിലും അതുപോലെ തന്നെ കൺസ്യൂമർ കാറ്റഗറിയിലും ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം കോപ്പറിൻ്റെയും അലൂമിനിയത്തിൻ്റെയും വിലയ്ക്കനുസരിച്ച് വയർ ആൻഡ് കേബിൾസിൻ്റെ മാർജിനിലും ഡിമാൻഡിലും ഇടിവും ഏറ്റക്കുറച്ചിലും വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് വയർ ആൻഡ് കേബിൾ സെക്ടറിലെ സ്റ്റോക്കുകളെ കൊമോഡിറ്റി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി വയർ ആൻഡ് കേബിൾ സെക്ടറിൽ മികച്ച പെർഫോമൻസ് തരാൻ ശേഷിയുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഡൈനാമിക് കേബിൾ ലിമിറ്റഡ്. 338 രൂപ സ്റ്റോക്കിൻ്റെ വില കഴിഞ്ഞ ദിവസം 4% ഇടിഞ്ഞിരുന്ന സ്റ്റോക്ക്. 1064 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. വാല്യൂഷൻ 21.25. 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ലോ ഹൈ ടെൻഷൻ പവർ കേബിൾസ്, പവർ ട്രാൻസ്മിഷൻ ആവശ്യമായ കേബിൾസ്, റിന്യൂവബിൾ എനർജി പ്രോജക്ട്സ്, റെയിൽവേ, എഞ്ചിനീയറിംഗ് ഇൻസ്റ്റാളേഷൻസ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള കേബിൾസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡൈനാമിക് കേബിൾസ്. ഡൈനാമിക് കേബിൾസിൻ്റെ 2025 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂവിൽ 33% വളർച്ചയുണ്ടായിരുന്നു. 768 കോടിയിൽ നിന്നും റവന്യൂ 1025 കോടിയിലേക്ക് ഉയരുകയും നെറ്റ് പ്രോഫിറ്റ് 110% വർദ്ധിച്ച് 31 കോടിയിൽ നിന്നും 65 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. 2026 ഫിനാൻഷ്യൽ ഇയറിലെ സെക്കൻഡ് ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ 20% വർദ്ധിച്ച് 282 കോടിയായി ഉയരുകയും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 40% വർധനവുണ്ടാവുകയും ചെയ്തു. കൂടാതെ കഴിഞ്ഞ 3 വർഷത്തെ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് 28%. അതോടൊപ്പം തന്നെ സ്റ്റോക്സ് പ്രൈസ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് 60% CAGR കൂടി ഉയരുകയും ചെയ്തു. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിലും അതും മികച്ച രീതിയിൽ തന്നെയാണ്. ബാലൻസ് ഷീറ്റും ഓക്കെയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഡൈനാമിക് കേബിൾ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാം. ഡൈനാമിക് കേബിൾസിൻ്റെ വാല്യൂഷൻ ഇൻഡസ്ട്രിയുടെ വാല്യൂഷനേക്കാളും ഒരല്പം ഉയർന്ന വാല്യൂഷനാണ്. കേബിൾ ആൻഡ് വയർ സെക്ടറിലെ ഇൻഡസ്ട്രിയൽ വാല്യൂഷൻ 21 ആണെങ്കിൽ സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ 22. ROE 22%, ROCE 26.4%. ക്വാർട്ടർലി റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും പെർഫോമൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ 234 കോടിയിൽ നിന്നും 282 കോടിയിലേക്ക് റവന്യൂ ഉയർന്നപ്പോൾ പ്രോഫിറ്റ് 14 കോടിയിൽ നിന്നും 20 കോടിയിലേക്ക് മെച്ചപ്പെട്ടു. 22% CAGR കൂടിയുള്ള സെയിൽസ് ഗ്രോത്തും 28% CAGR കൂടിയുള്ള പ്രോഫിറ്റ് ഗ്രോത്തും 30%-നടുത്ത് ROEയുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. പ്രൊമോട്ടേഴ്സിന് 68% സ്റ്റേക്ക് ഹോൾഡിംഗ്, FIസിന് 0.5, DISന് 1.57, പബ്ലിക്കിന് 29%-നടുത്ത് സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. ഡൈനാമിക് കേബിൾ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് ഇപ്പോൾ സപ്പോർട്ട് പ്രൈസിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിന് 350-നടുത്ത് സപ്പോർട്ടുണ്ട്. സ്റ്റോക്ക് 341-നടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ 300 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കും അതോടൊപ്പം തന്നെ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്കുമാണ് ഡൈനാമിക് കേബിൾസ്. രണ്ടാമത്തെ സ്റ്റോക്ക് യൂണിവേഴ്സൽ കേബിൾസ് ലിമിറ്റഡ്. 889 രൂപ സ്റ്റോക്കിൻ്റെ വില. 3000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി. വാല്യൂഷൻ 21.12. യൂണിവേഴ്സൽ കേബിൾ ലിമിറ്റഡ് എന്ന കമ്പനി എക്സ്ട്രാ ഹൈ ടെൻഷൻ വോൾട്ടേജ് കേബിൾസ്, മൈനിങ് ആപ്ലിക്കേഷൻസ്, റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻസ്, ഇൻഡസ്ട്രിയൽ സിസ്റ്റം എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ കേബിളുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. കൂടാതെ ബിർള ഗ്രൂപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. 2024 ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 25 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 19% വർദ്ധിച്ച് 2020 കോടിയിൽ നിന്നും 2407 കോടിയിലേക്ക് ഉയർന്നിരുന്നു. കൂടാതെ പ്രോഫിറ്റ് 90 കോടിയിൽ നിന്നും 108 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തിരുന്നു.
2026 ഫിനാൻഷ്യൽ ഇയറിലെ സെക്കൻഡ് ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ 27% വളർന്ന് 814 കോടിയിലേക്കെത്തി. എക്സെപ്ഷണൽ ഗെയിൻസിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 161% വളർന്ന് 48 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനി റീറ്റെയിൽ ഇലക്ട്രിഫിക്കേഷൻ സെക്ടറിലെ ഒരു കമ്പനിയല്ല. അതായത് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വയർ ആൻഡ് കേബിൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് യൂണിവേഴ്സൽ കേബിൾ എന്ന കമ്പനി. യൂണിവേഴ്സൽ കേബിളിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്കും സപ്പോർട്ട് പ്രൈസിൽ തന്നെയാണുള്ളത്. ഇവിടെ നിന്നും 1000 എന്ന ലെവലിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. 825 രൂപയുടെ സ്റ്റോപ്പ് ലോസാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മൂന്നാമത്തത് വയർ ആൻഡ് കേബിൾ സെക്ടറിലെ ഒരു പെന്നി സ്റ്റോക്കായ പാരാമൗണ്ട് കമ്മ്യൂണിക്കേഷൻസ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം 6% ഉയർന്നു. 52 വീക്ക് ലോയ്ക്കടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിലുള്ള ട്രേഡേഴ്സ് വേണം പരിഗണിക്കാൻ. ഇനി കമ്പനി പ്രധാനമായും റെയിൽവേ, ഡിഫൻസ് ആപ്ലിക്കേഷൻസ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള പവർ ആൻഡ് കേബിൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഡേറ്റ പ്രകാരം 2025 ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ റവന്യൂ 1068 കോടിയിൽ നിന്നും 1574 കോടിയിലേക്ക് ഉയരുകയും റവന്യൂവിൽ 44% വളർച്ച വരികയും ചെയ്തു. കൂടാതെ നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഷാർപ്പ് വർധനവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലോങ് ടൈമിൽ കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ല. കൂടാതെ ഇൻഡസ്ട്രിയുടെ വാല്യുവേഷനേക്കാളും താഴ്ന്ന വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ROE 12%, ROCE 16%-അടുത്തുമാണ്. ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിലും നമ്മൾക്ക് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഇടിവ് കാണാം. അതേസമയം സെയിൽസിൽ അല്ലെങ്കിൽ റവന്യൂവിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രകടവുമാണ്. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 39%, പ്രോഫിറ്റ് ഗ്രോത്ത് 119%, ROE 16%-അടുത്ത്, പ്രൊമോട്ടേഴ്സിന് 49% സ്റ്റേക്ക് ഹോൾഡിംഗ്, FISന് 0.45, DISന് ഫ്ലാറ്റും ഗവൺമെൻറ്റിന് 1%-അടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. പാരാമൗണ്ട് കേബിൾസ് എന്ന സ്റ്റോക്ക് 38 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിൻ്റെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ സ്റ്റോക്കിൽ ലോങ് ടൈമിൽ ബിയറിഷ് ട്രെൻഡ് ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. കൂടാതെ വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനടുത്ത് കൺസോൾഡേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. മീഡിയം ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ 50 രൂപ എന്ന റേഞ്ചിൽ സ്റ്റോക്ക് എത്തി സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ വന്നതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. അല്ലെങ്കിൽ സ്റ്റോക്കിനെ ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട പെന്നി സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ പെന്നി സ്റ്റോക്കിൽ ഡീൽ ചെയ്യുന്ന ട്രേഡേഴ്സിനോ സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി വയർ ആൻഡ് കേബിൾ സെക്ടറിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വയർ ആൻഡ് കേബിൾ സെക്ടറുമായി ബന്ധപ്പെട്ട ചില റിസ്ക് ഫാക്ടറുകളെ കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ഈ സെക്ടർ ഒരു സിക്ലിക്കൽ സെക്ടറാണ്. കോപ്പർ, അലൂമിനിയം തുടങ്ങിയവയുടെ പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻ പലപ്പോഴും സെക്ടറിൽ പ്രകടമാവുകയും ഇത് സ്മോൾ ക്യാപ് കമ്പനികളെ പലപ്പോഴും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. അതായത് റോ മെറ്റീരിയൽസിൻ്റെ വില വർദ്ധിക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് കമ്പനികളായിരിക്കും ഏറ്റവും അധികം മാർജിൻ പ്രഷർ നേരിടേണ്ടി വരിക. ഈ മാർജിൻ പ്രഷർ ഏറ്റവും അധികം പ്രതിഫലിക്കുന്നതും സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിലാണ്. ഇതാണ് ഈ സെക്ടറിലെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ. അതേസമയം ഇൻഫ്രാസ്ട്രക്ചർ സൈക്കിളുകളിലുണ്ടാകുന്ന എക്സ്പാൻഷനും ഇൻഡസ്ട്രിയുടെ വളർച്ചയുടെയും ബെനിഫിറ്റും ഏറ്റവും അധികം ലഭിക്കുന്നതും സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ സെക്ടറിലെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്